ഇന്ന് എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്ന, ഒരു മൂഡ് ഓഫ് ആയ ദിവസമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവും ഇല്ല, എനിക്ക് തന്നെ അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു, പിള്ളേരുടെ കുറച്ച് ഡ്രസ്സൊക്കെയാണ്, അതൊക്കെ അലക്കിയിട്ടു. അതിന് ശേഷം പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്ന് പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് വാവേനെയൊക്കെ ഉറക്കി. അതിന് ശേഷം പോയി ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ, കുളിച്ചും നനച്ചൊന്നുമില്ല, ഡ്രസ്സൊക്കെ ഒന്ന് മാറി. രാവിലെ അലക്കിയപ്പോഴത്തേനും ഇട്ടിരുന്നൊക്കെ നനഞ്ഞത് കൊണ്ട് ഡ്രസ്സ് മാറി വന്ന് ഒരേ ഇരിപ്പാണ് റൂമിൽ. അതിന് ശേഷം ഞാൻ പിന്നെ ആരോടും മിണ്ടിയില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഈ സമയത്താണ് കേട്ടോ, 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് പിന്നെ ഞാൻ ആ കട്ടിലേൽ നിന്ന് പൊങ്ങുന്നത്. ഒന്നും കഴിച്ചില്ല ഈ നേരം വരെ. പിന്നെ ഞാൻ പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന് ഒന്ന് മറച്ചും തിരിച്ചൊക്കെ ഇടുവാണ് കേട്ടോ. രാവിലെ അലക്കിയിട്ടൊക്കെ, ഇതൊക്കെ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് പാടാണ്. അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ആ ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ ഉണങ്ങി കിടക്കുവാണ്. ഞാനതൊക്കെ ഇങ്ങനെ ഉണങ്ങി ചൂടോട് കൂടിയാണ് കേട്ടോ കൊണ്ട് അലമാര വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇട്ടേക്കുവാണ്. കുറേ നേരം കൂടെ കിടക്കട്ടെയല്ലേ എന്ന് ഓർത്തു കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ തെളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരും. അതിന് ശേഷം പോയിട്ട് ഞാൻ പല്ലൊക്കെ തേക്കും കേട്ടോ. ഞാൻ രാവിലെ ഒന്ന് തേച്ചയാണ്, ഇനി എനിക്ക് കുളിക്കണം. അപ്പോൾ കുളിക്കുന്ന മുന്നേ ഒന്നോടെ തേക്കും കേട്ടോ. ഞാൻ എപ്പോഴൊക്കെയാണോ കുളിക്കുന്നത് അന്നേരമൊക്കെ പല്ല് തേക്കും കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്കാണ് കുളിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് പല്ല് തേക്കും, വൈകുന്നേരം കുളിക്കുകയാണെങ്കിൽ വൈകുന്നേരം തേക്കും, രാവിലെ കുളിക്കുമ്പോൾ രാവിലെ തേക്കും. രാവിലെ തേച്ചതാണെങ്കിൽ പോലും രാവിലെ കുളിക്കാൻ തുടങ്ങുവാണെങ്കിൽ അന്നേരം ഒന്ന് തേക്കും കേട്ടോ. എന്ത് സ്വഭാവമാണെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല, ഒരു പ്രത്യേക സ്വഭാവമാണ്. ചിലപ്പോൾ മൂഡ് ഓഫൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം പല്ലൊക്കെ തേച്ചു. എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ. പിന്നെ ഞാൻ ഡയറ്റിങ്ങിലായിരുന്നു, ഇപ്പോഴും ഡയറ്റിങ് തന്നെയാണ്. ഇപ്പം ഒരുവിധം വണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി കഴിയണം, ഒരു 1-2 മാസം ഡയറ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ. അങ്ങനെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ അലക്കി കഴിഞ്ഞതിന് ശേഷം വേഷം മാറിയതായതുകൊണ്ട് ഞാൻ അതൊക്കെ തന്നെയാണ് വീണ്ടും ഇടുന്നത്. കാരണം ഞാൻ കുളിച്ചപ്പോഴും അത് തന്നെയാണ് കേട്ടോ ഇട്ടത്, രാവിലെ മാറിയതായതുകൊണ്ട്. അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ആരോടും മിണ്ടാണ്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. ഇന്നത്തെ ദിവസം ആരോടും തന്നെ മിണ്ടിയില്ല. നിനക്ക് എന്നാ പറ്റിയെന്നൊക്കെ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ആരോടും മിണ്ടിയില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തുമില്ല, കാരണം പറയാനുമില്ല കേട്ടോ. പിന്നെ ആ റൂമിലോട്ട് കയറി വന്നു. പിന്നെ ഞാൻ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ രീതിക്ക് മഞ്ഞിൻ്റേതായ തൊലി പോകുന്നുണ്ട് കേട്ടോ, മൂക്കിൻ്റെ അവിടെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ. അപ്പം ഞാൻ ഒരു ജാസ്മിൻ ഓയിലാണ് കേട്ടോ തേക്കുന്നത്. സാധാരണ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നാൽ ഇങ്ങനെ ഒരുക്കവും പൊട്ടുതൊടൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പതിയെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം തന്നെ എനിക്കൊരു പോക്ക് ദിവസമാണ്, ഒരു ചീത്ത ദിവസമാണ്. എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഒരുക്കോ കാര്യങ്ങളൊന്നുമില്ല. ആ ഓയിലും കുറച്ച് മുഖത്ത് തേച്ചു, പിന്നെ കുറച്ച് പൗഡറും ഇട്ടു, അങ്ങനെ കുറച്ച് സിന്ദൂരമൊക്കെ തേച്ചു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അമ്പാടിയും ചേട്ടനും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടിനെ ചേട്ടൻ കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ട് വേഷം മാറുവാണ് അവൻ്റെ. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ തുരുതുരാന്ന് അമ്പാടി വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നത്. അവനിങ്ങനെ കുറേ നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കൊരു ഈർച്ചയാണ്. കാരണം എനിക്കറിയില്ല എൻ്റെ പ്രശ്നം എന്തൊക്കെയാണെന്ന്. മൂഡ് ഓഫ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നത്. പിന്നെ എനിക്ക് ഫുഡൊക്കെ കഴിക്കണം, നല്ലതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും രാവിലെ കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ കുളിയും ജപവും പല്ലുതയും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം 1 മണിയായി. ഇനി എനിക്ക് ഫുഡൊക്കെ കഴിക്കണം, അമ്പാടിക്കും കൊടുക്കണം കേട്ടോ. അമ്പാടിക്ക് അങ്ങനെ ഫുഡ് പ്രത്യേകം എടുത്ത് കൊടുക്കാറില്ല, അവന് പ്രത്യേകം വേണ്ട, നമ്മൾ കഴിക്കേണ്ട ഒപ്പം മതി അവന്. അങ്ങനെ അവനും കുറച്ച് ചോറൊക്കെ കൊടുക്കാമെന്നൊക്കെ വെച്ചു കേട്ടോ, മുട്ടയൊക്കെ നുള്ളി കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവന് വേണ്ടത്. അവന് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ടൈപ്പാണ്. അവൻ അങ്ങനെ ഇങ്ങനെ ആഹാരം വേണ്ട. ചില സമയത്ത് നമ്മൾ കഴിച്ച് തീരാറാകുമ്പോഴത്തേക്കും ചോറെന്നും പറഞ്ഞ് വരും കേട്ടോ. അങ്ങനെ അവൻ കുറേ നേരം അങ്ങനെ അങ്ങ് കിടന്നു. അവന് വെള്ളം വേണമെന്ന് പറഞ്ഞു, അവന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ഗ്ലാസ് എന്താ ഇവിടെ കൊണ്ടുവച്ചേന്നൊക്കെ ചേട്ടൻ ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ പറയുമായിരുന്നു, ഞാൻ ചൂടുവെള്ളം എടുത്ത ഗ്ലാസ്സാണ്, അതല്ലാണ്ട് ഞാൻ ആരോടും അങ്ങനെ മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പം അമ്പാടിക്ക് വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് വെള്ളമൊക്കെ കൊടുത്തു. അവനവിടെ മറച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നിനുമല്ല. ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ കാണിച്ചിട്ട് അവൻ ആ കട്ടിലിലോട്ട് മറിച്ചൊഴിക്കും. അവനിപ്പോൾ എന്നെ ഫോൺ കൊടുക്കാത്തതിൻ്റെ ഒരു കലിപ്പിലിരിക്കുവാണ്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ ദിവസം അവൻ എപ്പോഴും വഴക്കാണ് കേട്ടോ. അവനിങ്ങനെ കാത്തു കാണാനും ഫോൺ കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെടുക്കണ ദിവസം ഞാനങ്ങനെ ഫോൺ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാവയും കരഞ്ഞു. അപ്പോൾ ഞാൻ ചോറിനോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആരോടും മിണ്ടാണ്ടൊക്കെ നടക്കുന്ന ദിവസം ഞാനിങ്ങനെ പിള്ളേർ കരഞ്ഞാലും വഴക്കുണ്ടാക്കിയാലും അവരെ ഒന്നും വിളിക്കാറില്ല, ഒന്ന് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. ഞാൻ തന്നെ അങ്ങനെ ഒതുക്കി കൂട്ടി അങ്ങനെ പിന്നെ കരയിപ്പിക്കാണ്ട് അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് ഒരുവിധമൊക്കെ ഉറക്കും. അതിന് ശേഷം പിന്നെ അമ്പാടി ഞാൻ ചോറ് കൊടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ അവന് വേണ്ട കേട്ടോ. അവനാണെങ്കിൽ അന്നേരം മുട്ട ചോദിച്ചു. പിന്നെ ഞാൻ കുറച്ച് മുട്ടയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണമാണ്, ഒരു പിടുത്തവും ഇല്ല. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ, ക്ഷീണമാണോ എന്താണോ എന്ന് ചോദിച്ചാൽ
ഒരറിവുമില്ല. അപ്പോൾ ഞാൻ അമ്പാടിനെ ഞാൻ പറഞ്ഞു വാവേനെ ഒന്ന് ഉറക്കിക്കേന്ന് പറഞ്ഞപ്പോൾ അവൻ വാവയുടെ തൊട്ടിലാട്ടുവാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് നേരം അമ്പാടിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനോട് ഞാൻ ഉറങ്ങാൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ എനിക്കും കുറച്ച് നേരം കിടക്കാമല്ലോ ഒപ്പം ഓർത്തിട്ട് അവനോട് ഞാൻ പറയുമായിരുന്നു കുറച്ച് നേരം കിടന്ന് ഉറങ്ങമ്പാടി, എനിക്കും കിടക്കാമല്ലോ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ. അവൻ അങ്ങനെ ഇങ്ങനെ ഉറങ്ങത്തില്ല കേട്ടോ. ചില സമയത്ത് 11:30 10 ആ ഒരു സമയത്തൊക്കെ ഉറങ്ങിയിട്ടുള്ളതാണ്. ഇപ്പം എന്താണോ ഉറങ്ങുന്നില്ല. അപ്പോൾ അവിടെ ഒരു വാതിലൊരു ആനയുടെ പടം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് വേണമെന്നും പറഞ്ഞുള്ള വഴക്കാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു അതൊക്കെ വാങ്ങിച്ച് തരാം, നീ ഒന്ന് കിടന്ന് ഉറങ്ങുന്നൊക്കെ ഞാനിങ്ങനെ പറയുവാണ്. എനിക്കും കുറച്ച് നേരം എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു മൂഡ് ഓഫും ക്ഷീണമൊക്കെ അങ്ങ് മാറുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആൾ വീഡിയോയിലായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ ഹായ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. കുഞ്ഞു വാവയാണതുകൊണ്ട് അവനങ്ങനെ ഹായ് കൊടുക്കാൻ പറഞ്ഞാലൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ പിന്നെ അവനെ ഒരുവിധം കിടത്തി ഉറക്കി കൊണ്ട് നടന്ന് അതിന് ശേഷം ഞാനും കുറച്ച് നേരം കിടന്നു കേട്ടോ. ഈ ഒരു കിടപ്പ് ഞാൻ കിടന്നത് 1 മണി 1:30 ആയപ്പോഴാണ് ഞാൻ കിടന്നത്. അങ്ങനെ വൈകുന്നേരം വരെ കിടന്നങ്ങ് കുശാലായിട്ട് ഉറങ്ങി കേട്ടോ. ഇതിനിടയ്ക്ക് വാവയൊന്ന് എഴുന്നേറ്റ് പാലൊക്കെ കൊടുത്ത് വീണ്ടും ഞാൻ കിടന്നുറങ്ങി. ഇപ്പം സമയം എത്രയാണ് 4:30 5 മണി അങ്ങോട്ടായെന്ന് തോന്നുന്നു. അന്നേരമാണ് ഞാനൊന്ന് എഴുന്നേൽക്കുന്നത്. ചെറുതും അവിടെ എഴുന്നേറ്റ് കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവനെ എടുത്ത് മടിയിൽ കിടത്തി അങ്ങനെ കുറച്ച് നേരം അവന് പാലൊക്കെ കൊടുത്തതിന് ശേഷം അവനെയും കൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിള്ളേരൊക്കെ ആകെ സങ്കടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ആ തുണിയൊക്കെ ഒന്ന് പെറുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇതൊക്കെ ഒരു മടക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. എനിക്കിങ്ങനെ തുണി അലക്കണതും വിരിക്കണതും ഭയങ്കര ഇഷ്ടമാണ്. മടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരവരുടെ ഡ്രസ്സ് അതാത് സ്ഥലത്ത് കൊണ്ട് മടക്കി ഒതുക്കിയൊക്കെ വെക്കുക. കുഞ്ഞുവാവയുടെ വേറെ, അമ്പാടിയുടെ വേറെ, എൻ്റെ വേറെ, അനിയൻ്റെ വേറെ, അങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് കേട്ടോ. അങ്ങനെ കുറേ തുണി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതൊക്കെ സ്പീഡിലൊക്കെ ഇടുവാണ് കേട്ടോ. വീഡിയോ കണ്ട് ബോറടിക്കണ്ടല്ലോ. എപ്പോഴും മിക്ക വീഡിയോസിലും ഇതൊക്കെ തന്നെയാണ് പണി കേട്ടോ. അപ്പോൾ ഈ ഒരു കൊട്ടയ്ക്കകത്താണ് അമ്പാടിയുടെ നിക്കർ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിനകത്ത് പെറുക്കി വെച്ചു. പിന്നെ ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു പച്ചക്കൊട്ട ഞാൻ കുഞ്ഞുകുട്ടൻ്റെ കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകുന്ന നേരത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ആ കൊട്ടയ്ക്കകത്താണ് കേട്ടോ ഇടുന്നത് കുഞ്ഞു അവയുടെ. പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ മാറ്റി വേറൊരു കൊട്ടയിലാണ് വെക്കുന്നത്. അതൊക്കെ അപ്പുറത്തെ റൂമിലാണ്. അങ്ങനെ പിന്നെ അങ്ങ് ഒരുവിധം ഡ്രസ്സൊക്കെ മടക്കി നമ്മുടെ വാവ ഇവിടെ കമന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവൻ കമലാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 2-3 ആഴ്ച എങ്ങാണ്ടായെന്ന് തോന്നുന്നു. അപ്പം ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ കമലാൻ വേണ്ടിയിട്ട്. കുറേ താമസിച്ചായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നേരം കമന്ന് കിടക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അപ്പം പിന്നെ പോയിട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം കുഞ്ഞു വാവയ്ക്ക് ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുവാണ് അമ്പാടിക്ക്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒരു കൂടി ബിസ്ക്കറ്റ് മേടിച്ച് തരാമോ എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ടെന്ന്. ചോറ് കഴിച്ചാൽ അങ്ങ് ഏറ്റില്ല കേട്ടോ. കാരണം കുറച്ച് ചോറ് എടുത്തോളൂ, വലിയ മൂഡ് തോന്നിയില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പം ചേട്ടനെ കൊണ്ട് ഒരു കൂടി ബിസ്ക്കറ്റൊക്കെ മേടിപ്പിച്ചു. പിന്നെ അമ്പാടിക്കും കൊടുത്തു. അമ്പാടിക്ക് ആകെപ്പാടെ ഇഷ്ടം 50-50 എന്ന് പറയുന്ന ആ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. വേറെ ഒരു ബിസ്ക്കറ്റും അവന് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവൻ കഴിച്ചുമില്ല കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ ചോറ് കഴിക്കുവാണ് കേട്ടോ. മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ, മത്തിക്കറി ഇരിപ്പുണ്ട്. പിന്നെ അമ്മ വേറെ എന്തോ ഒരു മീൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കഴിക്കുന്നത് മുളക് ചാരിച്ചത് കൂട്ടിയാണ് കേട്ടോ. എനിക്കതൊക്കെയാണ് ഇഷ്ടം. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ അങ്ങനെ കറിയൊന്നും വേണ്ട, മുളക് ഇടിച്ചും മുളക് ചാരിച്ചും ഒക്കെ ഞാൻ കഴിക്കും കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ കിടന്നു. ആകെ എന്തൊക്കെയോ ഒരു ചീത്ത ദിവസമായതുകൊണ്ട് നേരത്തെ കിടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ റൂമിൽ ലൈറ്റ് ഇട്ടാണ് കേട്ടോ കിടക്കുന്നത്. കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലൈറ്റ് കിടത്താൻ പേടിയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ കിടത്താണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി.